നമസ്കാരം. ആദ്യമായിട്ട് പലരും എന്നെ വിളിച്ചു പറഞ്ഞു കൃത്യസമയത്ത് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന്. പലപ്പോഴും വൈകിപ്പോകുന്നത് ഈ പോസ്റ്റുകളൊക്കെ ഈ എളിയവൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതും. മറ്റ് സംവിധാനങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ നിലവിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത് എഡിറ്റിങ്ങിന് സമയം പിടിക്കും. അതേപോലെ തിരക്കിനിടയിൽ ഇത് എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനുമുള്ള സമയം ഇതൊക്കെ തന്നെ പലപ്പോഴും സമയം വൈകിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ പേജ് അത് ഇസ്രായേലിനെതിരെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ ഡിസേബിൾഡ് ആവുകയും അക്കൗണ്ട് ഡിസേബിൾ ചെയ്യപ്പെടുകയും പിന്നീട് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഈ പുതിയ പേജ് ഇപ്പോൾ പുതിയ പേജിലാണ്. അതുകൊണ്ട് ഇത് ഫോളോ ചെയ്യാത്ത ആളുകളൊക്കെ തന്നെ ഈ പേജ് ഫോളോ ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പരമാവധി കൃത്യസമയത്ത് ഈ വീഡിയോകൾ പോസ്റ്റ് ചെയ്യും. താല്പര്യമുള്ളവർക്ക് കാണാം, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം. പക്ഷേ മാന്യമായ ഭാഷ ഉപയോഗിക്കണം, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന ഭാഷ ഉപയോഗിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ്. അല്ലാത്തവർക്ക് അവരുടേതായ സംസ്കാരത്തിൽ തുടർന്നും പ്രവർത്തിക്കാം. ഒന്നും ഡിലീറ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേരളത്തിലെ KSU വിദ്യാർത്ഥികളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരാതി, തിരുവനന്തപുരത്തെ ലോ കോളേജിലെ KSU സംഘടനയുടെ പരാതി, കേരളത്തിലെ ഹൈക്കോടതിയിലെ ഗവൺമെൻറ് ലീഡർമാരുടെ ലിസ്റ്റിൽ RSSകാരും BJPക്കാരും സംഘപരിവാറുകാരും അതേപോലെ ഇടതുപക്ഷക്കാരും ഉൾപ്പെട്ടു എന്നാണ് ആ പാവങ്ങൾ പരാതിപ്പെടുന്നത്. കുട്ടികൾ കേരളത്തിലെ മുഖ്യമന്ത്രി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ അവർ പറയുന്നത് KSUവിന് ഒരു കാര്യവുമില്ല, നിങ്ങൾ പോയി പണി നോക്കിയിട്ടാണ് പറയുന്നത്. എന്തൊരു സങ്കടമാണ്. ആ KSUവിൻ്റെ പിള്ളേർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അടികൊണ്ട് മുതുകത്തും തലക്കും അടികൊണ്ടിട്ടാണ് കോൺഗ്രസിൻ്റെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് എന്നത് സതീശൻ മറന്നുപോയി. എന്തോ ആവട്ടെ, പല അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവും. പക്ഷേ മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിൻ്റെ സമീപത്തൊക്കെ വന്നുകൊണ്ട് മരിച്ചു പോകാൻ പറ്റിയ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് വാഹനം തടയാനും അടി കൊള്ളാനും നിരന്തരമായി അക്രമം സഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അടി കൊണ്ടുകൊണ്ട് പോലീസിൻ്റെ പൊതിരെ തല്ലുകൊള്ളുമെന്നറിഞ്ഞുകൊണ്ട് ഇതിനൊക്കെ തയ്യാറായിക്കൊണ്ടാണ് കേരളത്തിലൊരു UDFൻ്റെ ഗവൺമെൻറ്റിനെ അധികാരത്തിൽ വാഴിച്ചത് എന്നുള്ളത് സതീശൻ മറന്നു പോകരുത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട PM നിയാസ് പരാതി പറഞ്ഞു. അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോലും മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ല. ഈ PM നിയാസിൻ്റെ പിതാവ് സാദിഖ് കോയ സാഹിബ്, അദ്ദേഹം INTUCയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു കോഴിക്കോട് DCC പ്രസിഡൻ്റ് ആവേണ്ട ആളെ അന്ന് മാറ്റിയത്. അന്ന് ശങ്കരൻ പരേതനായ P ശങ്കരനും മുരളീധരനും കോൺഗ്രസും ഒക്കെ അന്ന് അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. സാദിഖ് കോയ പറഞ്ഞതുപോലെ കേൾക്കില്ല, അല്ലെങ്കിൽ തങ്ങളുടെ ഇംഗിതത്തിനൊത്ത് വഴങ്ങില്ല, അല്ലെങ്കിൽ അതേപോലെ മൂളില്ല എന്നുള്ളത് കൊണ്ട് അന്ന് DCC പ്രസിഡൻ്റ് ആവേണ്ട സാദിഖ് കോയയെ മാറ്റിക്കൊണ്ട് ശങ്കരൻ വക്കീലിനെ DCC പ്രസിഡൻ്റ് ആക്കിയതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ വരികയാണ്. അപ്പോൾ നിലപാടുള്ള ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് PM നിയാസ്. അദ്ദേഹവും നിലപാട് പറഞ്ഞിരിക്കുന്നു. ഇവിടെ കേരളത്തിൽ ഒരു BJPയുടെ സംഘപരിവാറിൻ്റെ ആളെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കി എന്നുള്ള പരാതി അദ്ദേഹവും ഉന്നയിക്കുന്നു. അപ്പോൾ വ്യാപകമായി സംഘപരിവാറിന് സംരക്ഷണം കൊടുക്കുമ്പോൾ അത് ശരിയല്ല എന്ന് കേരളത്തിലെ KSUവിൻ്റെ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം തല്ലുകൊണ്ട KSUവിൻ്റെ കുട്ടികൾ ആ വേദന മാറുന്നതിന് മുമ്പ് ആ ഒരു സങ്കടം പറഞ്ഞപ്പോൾ പോയി പണി നോക്കിനടാ, നിങ്ങൾക്കൊന്നും ഇവിടെ ഒരു കാര്യമില്ല, ഇത് ഞാനാണ് എന്ന് പറയുന്ന രൂപത്തിൽ ഇത്രയൊന്നും അഹങ്കാരം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും കാണിച്ചിട്ടില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സർവ്വപ്രതാപിയായിരുന്ന K കരുണാകരനെതിരെ ധാരാളം വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അന്നത്തെ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ ധാരാളം പ്രമേയങ്ങൾ പാസ്സാക്കുമായിരുന്നു. അതേപോലെ തന്നെ KSU ധാരാളം, കാരണം A ഗ്രൂപ്പിൻ്റെ കൈവശമായിരുന്നു KSU, നിരന്തരമായ പ്രമേയങ്ങൾ പാസ്സാക്കുമായിരുന്നു. പക്ഷേ കരുണാകരൻ ഒരിക്കലും വിദ്യാർത്ഥി സംഘടനയെ പുച്ഛത്തോടു കൂടി കാണുകയോ അല്ലെങ്കിൽ അവരെ ഈ രൂപത്തിൽ അപമാനിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല. കേരളത്തിൽ ആദ്യമായിട്ടാണ് ശ്രീ VD സതീശൻ സ്വന്തം പാർട്ടിയിലെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരെ അപമാനിക്കുന്നതും മാത്രമല്ല അതിൻ്റെ പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ അനുവദിക്കുന്നില്ല. അതേപോലെ തന്നെ PM നിയാസ് വക്കീലിനും അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല. RV ബാബുവിനും ശശികല ടീച്ചർക്കുമൊക്കെ തോന്നുന്ന സമയത്ത് കാണാൻ കഴിയുന്ന മുഖ്യമന്ത്രിയെ കേരളത്തിലെ KSUവിൻ്റെ പ്രസിഡന്റിനും KPCC ജനറൽ സെക്രട്ടറിക്കും കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വളരെ സങ്കടമാണ്. എന്തിനു വേണ്ടിയാണ് അവർ വന്നതെന്ന് ഇപ്പോഴും അദ്ദേഹം പറയാൻ തയ്യാറാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വഖഫ് ബോർഡിലെ 2 നോൺ മുസ്ലിം പ്രതിനിധികളെ നിയമിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനക്കാണ് ഈ 2 ആളുകൾ മുഖ്യമന്ത്രിയെ കണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതിനാവശ്യമായ ഗൂഢാലോചന രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ 2 ആളുകൾ മുഖ്യമന്ത്രിയെ കണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കാണാൻ തയ്യാറാവുന്ന മുഖ്യമന്ത്രി ഈ നമ്മുടെ PM നിയാസ് വക്കീലിനെയും കോൺഗ്രസിന് വേണ്ടി 24 മണിക്കൂറും ഓടി നടക്കുന്ന നിയാസ് വക്കീലിനെയും അതേപോലെ തന്നെ KSUവിൻ്റെ പ്രസിഡന്റിനെയും മാറ്റി നിർത്തുകയും RV ബാബുവിനെയും അതേപോലെ ശശികല ടീച്ചറെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ വഖഫ് ബോർഡ് തകർക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് അദ്ദേഹം തയ്യാറാവുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ തിരിച്ചറിയാൻ മാലോകരെ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ. നന്ദി, നമസ്കാരം.